നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും തുറന്നു പറച്ചിലുമായി പി.സി. ജോർജ് എത്തുകയാണ്. കേരളത്തിലെ ലവ് ജിഹാദിന്റെ കണക്കും മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനവും കോൺഗ്രസുകാരെല്ലാം അഴിമതിക്കാരാണെന്നുമൊക്കെ തെളിവുകളോടെ പി.സി. ജോർജ് പറയുകയാണ്. അതോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും പി.സി. ജോർജ് പറയുന്നു. തൃശൂരിലും തിരുവനന്തപുരത്തും മാത്രമല്ല, കോട്ടയത്തും ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുണ്ട്. കോട്ടയത്ത് തുഷാർ ഉഷാറായി ജയിക്കുമെന്നാണ് പി.സി. ജോർജിന്റെ പക്ഷം. തുഷാർ ജയിക്കുമെന്ന് പറയാൻ കാരണം 5 ലക്ഷത്തോളം വോട്ട് കോട്ടയത്തിൽ BDJS-നുണ്ടെന്നുള്ളതാണ്. പി.സി. ജോർജ് പറഞ്ഞ മറ്റൊരു ഗൗരവകരമായ വിഷയം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നതാണ്. ലവ് ജിഹാദ് ഇല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? രാജ്യത്ത് 500-ന് മുകളിൽ ആളുകൾ ഇത്തരത്തിൽ പോയിട്ടുണ്ട്. ഇതിൽ 40ഓളം പേരെ താൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പി.സി. ജോർജ് കോട്ടയം പ്രസ് ക്ലബിന് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. അതുപോലെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലുണ്ട്. പ്രധാനമന്ത്രിക്ക് അവിടെ പോകാൻ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പോയില്ല. കോൺഗ്രസുകാർ മുഴുവൻ കള്ളന്മാരാണെന്നും പി.സി. ജോർജ് ആരോപിച്ചു. മഹാനായ മന്നത്തപ്പൻ പോലും ഉപേക്ഷിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും പി.സി. ജോർജ് വിമർശനമുയർത്തി. സ്ഥാനാർത്ഥിയായ ശേഷം 1 രൂപയുടെ അഴിമതി നടത്തിയെന്ന് തെളിയിച്ചാൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. AK ആന്റണി പൈസ മേടിച്ചതായി കരുതുന്നില്ലെന്നും പി.സി. ചൂണ്ടിക്കാട്ടി. വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് ബി.ജെ.പി. പ്രവേശനം കേരളത്തിൽ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഏത് വിശ്വാസിക്കും ചേരാൻ പറ്റിയ പാർട്ടിയാണ് ബി.ജെ.പി. എന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു.